ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. ഇന്ന് നല്ല നാടൻ പയറ് കണ്ട് നമുക്കൊരു തോരനുണ്ടാക്കിയാലോ. സാധാരണ നമ്മൾ ഒലുത്തും മെഴുക്ക് പുരട്ടിയൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇത് വീട്ടിലുണ്ടായ നല്ല ഫസ്റ്റ് പറിച്ച് നല്ല നാടൻ പയറ് കൊണ്ട് നമുക്ക് നല്ലൊരു തോരനുണ്ടാക്കാം. പയറ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാളയും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നല്ല കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് കടു താളിക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കടു പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന തോരനില്ലേ, ആ ഒരു മണവും ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിന്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ദേ നമ്മൾ കടു താളിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് അതിനോടൊപ്പം പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് സവാള ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പയറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടെ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് കട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ഒരു അളവാണ് എൻ്റെ ഒരു എനിക്ക് ആ ഒരു രീതിയിൽ അറിയത്തുള്ളൂ. അപ്പോൾ അതേ ഞാൻ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ച് സവാളയും ആ പയറും എല്ലാം കൂടെ ഉപ്പും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് ഇനി ലോ ഫ്ലെയിമിൽ, വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് വെക്കുക. ആ സമയത്ത് നമുക്ക് ഒരു 3 പിടി അത്രയും മതി തേങ്ങ എടുക്കുക. ഇതിനൊക്കെയുള്ള കൂട്ട് തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ മതി, കുറച്ച് തേങ്ങ വളരെ കുറച്ച് എടുത്താൽ മതി. ആ തേങ്ങയിലോട്ട് നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എരിവിന് മുളക് പൊടിക്ക് പകരം നമുക്ക് 2 എരിവുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അത് കഴിഞ്ഞ് ലേശം ചെറുജീരകം കൂടെ ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകണ്ട, ഒന്ന് ഒതുക്കിയെടുക്കാൻ പാകത്തിന് എടുത്താൽ മതി. അപ്പോൾ അതേ ഒരു 5 മിനിറ്റ് കൊണ്ട് ഏകദേശം നമ്മുടെ പയറ് ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ കൂട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂട്ട് ഇടുമ്പോൾ വെള്ളം ലേശം ആ ജാറൊന്ന് കഴുകി ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കണ്ട. അപ്പോൾ ആ ആവിയിൽ നന്നായിട്ട് വേവണം. പിന്നെ ഈ പച്ചക്കറി എപ്പോഴും ഒത്തിരി വെന്ത് ആവേണ്ട കാര്യമില്ല, ഒരു അത്യാവശ്യം ഒരു പാകത്തിനുള്ള വേവ് മതി. അപ്പോൾ ഇതേ നോക്കിയാൽ നമ്മൾ കൂട്ടൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി അടി ഇളക്കി നന്നായിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് നടുക്കോട്ടൊക്കെ വെച്ച് കൂട്ടി പ്രസ് ചെയ്ത് നന്നായിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്നും കൂടി അടച്ച് ഒരു 6-7 മിനിറ്റോളം നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഒരു കറിവേപ്പില ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ അതിലോട്ട് ഇറങ്ങി വരും. നല്ലൊരു മണം കേട്ടോ. ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ, നല്ലൊരു മണം. കാരണം ജീരകവും തേങ്ങയും വെളുത്തുള്ളിയും ആ പയറിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മണം വരുമ്പോൾ നമുക്ക് ഈ സദ്യക്കൊക്കെ ഉള്ള കറികളുടെ ഒരു മണം വരത്തില്ലേ, ആ ഒരു മണം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടോ. മക്കൾക്കൊക്കെ ചോറിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മീൻ വറുത്തതും ഈ ഒരു തോരനുണ്ടെങ്കിൽ ഒരു ചോറ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു പാത്രം ചോറ് നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇത് ഏകദേശമായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കാണ്, കാരണം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഏകദേശം നമ്മുടെ പയറ് തോരൻ, നാടൻ പയറ് തോരൻ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വെന്ത് പാകത്തിന് വേവും ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പയറ് തോരൻ ഇവിടെ തയ്യാറായി. അപ്പോൾ ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അതിനെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്